നമുക്ക് കിൻവ ഉത്തപ്പം ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കിൻവ അരച്ചത്, അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് രാവിലെ നല്ലപോലെ വാഷ് ചെയ്ത് അരച്ചിട്ടുള്ളത്, ഫെർമെൻറ്റഡ് അല്ല. പിന്നെ മുരിങ്ങയില ഉണ്ട്, അതുപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ഉണ്ട്, അതുപോലെ ഒരു സവാളയുടെ പകുതി ഉണ്ട്. അപ്പോൾ ഒരു ഉത്തപ്പത്തിനുള്ള ബാറ്ററാണ്. അതായത് 60 ഗ്രാം കിൻവ എന്ന് പറഞ്ഞാൽ അങ്ങനെ 120 കിലോ കാലറിയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ 4.4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, നമ്മുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ്, മാംഗനീസ്, പിന്നെ അയൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നല്ല കുറച്ച് മിനറൽസ് ധാരാളമുള്ള ഒരു സ്യൂഡോ സീരിയലാണ് കിൻവ. പിന്നെ കിൻവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിൻവയിൽ 9 എസെൻഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. അത് നമുക്ക് ഫുഡിൽ കൂടെ മാത്രമേ കിട്ടുള്ളൂ. ബോഡി ബാക്കിയുള്ള പ്രോട്ടീൻസൊക്കെ, ബാക്കി അമിനോ ആസിഡ്സൊക്കെ ബോഡി ക്രിയേറ്റ് ചെയ്യും, പക്ഷേ നമ്മൾ ഫുഡിൽ കൂടെ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ സീരിയൽസിൽ അങ്ങനെ ഈ കിൻവയും പിന്നെ വേറെ ഒരു ആംദാന എന്ന് പറഞ്ഞിട്ടുണ്ട്, രാജഗിരി, ഇതിൽ രണ്ടിലും മാത്രമാണ് കംപ്ലീറ്റ് 9 എസെൻഷ്യൽ പ്രോട്ടീൻസ് ഉള്ളൂ സീരിയൽസിൽ. അല്ലാണ്ട് ഇപ്പം നോൺ വെജിലൊക്കെ ഉണ്ട്, നോൺ വെജ് പ്രോട്ടീൻസിൽ 9 എസെൻഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ വെജിറ്റബിൾ പ്രോട്ടീൻസ്, അതായത് സീരിയൽസിൽ, ഇത് സീരിയലല്ല, ശരിക്കും സൂഡോ സീരിയലാണ്, ഒരു പുല്ലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടാണ്. അപ്പോൾ അതിൽ മാത്രമാണ് 9 എസെൻഷ്യൽ പ്രോട്ടീൻ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് നമ്മളുടെ കിൻവ ഉത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അരിയുക, മുരിങ്ങയില ചെറുതായിട്ട് അരിയുക, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക, സവാള കട്ട് ചെയ്യുക, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നമ്മുടെ ബാറ്ററിൽ ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക. ഇവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ മിനറൽസും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിങ്ക് സോൾട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഉത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ചട്നി യൂസ് ചെയ്യുക. കോക്കനട്ട് ചട്നിയിലാവുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. കുറച്ചുകൂടെ കൂടുതൽ ചട്നി വേണ്ട ആൾക്കാർക്ക് ടൊമാറ്റോ ചട്നി ഉപയോഗിക്കാം. ഇനി കിൻവ ഉത്തപ്പം ഉണ്ടാക്കുക, ഒരു പാൻ വയ്ക്കുക, അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് എണ്ണ തടവുക, ഗ്യാസൊക്കെ ബാറ്റർ ഒഴിക്കുക, പരത്തുക, അവിടെ ഉത്തപ്പം റെഡിയായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് എള്ളിടുന്നുണ്ട്. അപ്പോൾ എള്ള് നമ്മൾ ഡെയിലി കഴിക്കണം, നല്ലതാണ്. ഒരു ടേബിൾ സ്പൂണെങ്കിലും എള്ള്, അതായത് ഒരു 20 ഗ്രാം എള്ളയെങ്കിലും നമ്മൾ ഡെയിലി കഴിക്കണം. അപ്പോൾ അതിൽ അയൺ നല്ല പോലെ ഉണ്ട്, അയൺ കാൽഷ്യം പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളപ്പോൾ എള്ളൊക്കെ നമ്മൾ കഴിച്ചു പോകും. എന്നിട്ട് കുറച്ച് നേരമൊക്കെ അടച്ചു വയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ മറിച്ചിടുക. കുറച്ച് സമയം പിടിക്കും, സിമ്മിൽ വെക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും സ്ലോ ഫ്ലെയിം ആയിരിക്കണം. നമ്മുടെ കിൻവ ഉത്തപ്പം റെഡിയായി.